വെൽക്കം ബാക്ക് എവരിവൺ, ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക്ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പിൾ ഐഫോൺ SEയുടെ മേന്മകളും പോരായ്മകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിടുക. ഈ ഒരു ഫോൺ റിവ്യൂവിനായിട്ട് എനിക്ക് തന്നത് എറണാകുളം പെൻഡാമേനയിലുള്ള നമ്മുടെ ഈ സ്റ്റോറിലെ അമീക്കയാണ്. ആപ്പിളിൻ്റെ ഏത് പ്രൊഡക്ട്സ് വാങ്ങാനും ബെസ്റ്റ് പ്രൈസിങ്ങിനായി ഈ സ്റ്റോറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. 64GB വേരിയൻ്റാണിത്. MRP വരുന്നത് 42,500 ആണ്. എന്തായാലും 128 അതിൻ്റെ ഹയർ വേർഷനോ വാങ്ങിക്കുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ഇമേജ് ആൻഡ് വീഡിയോ സൈസൊക്കെ വളരെ ഹ്യൂജ് ആയതുകൊണ്ട് ഈ സ്പേസ് എപ്പോഴും പോരാതെ വരും. 64GB വൈറ്റ് കളർ വേരിയൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. പതിവ് പോലെ ഇൻസ്ട്രക്ഷൻ മാനുവൽസ്, ആപ്പിൾ സ്റ്റിക്കേഴ്സ്. എന്തായാലും വൈറ്റ് കളർ ആയതുകൊണ്ട് ഫോണിന് നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. ഫോൺ ഡിസൈനിൽ പുതുമയൊന്നും ഇല്ലാത്തതുകൊണ്ട് അൺബോക്സിങ് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. സെയിം 5W ചാർജർ. ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ 18W അഡാപ്റ്റർ സെപ്പറേറ്റ് ആയി വാങ്ങിക്കേണ്ടി വരും. വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ലൈറ്റ്നിങ് കണക്ടിവിറ്റിയോട് കൂടിയ ഇയർപോഡ്സ്, ഒരു ഡാറ്റ കേബിൾ. സൈസിൻ്റെ കാര്യത്തിലാണ് ഈ ഫോൺ എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് സിംഗിൾ ഹാൻഡഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. ലുക്ക് വൈസ് ഐഫോൺ 8 പോലെ തന്നെയാണ്. ബാക്ക് ഗ്ലാസ് പാനലാണ് വരുന്നത്. അതുപോലെ ടച്ച് ഐഡിനകത്ത് കൊടുത്തത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഫേസ് ഐഡിയേക്കാളും എന്തുകൊണ്ടും ടച്ച് ഐഡി തന്നെയായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സെയിം വോളിയം റോക്കേഴ്സും മ്യൂട്ട് സ്വിച്ചും. പഴയ മോഡൽ ഡിസൈൻ ആണെങ്കിലും ഹെഡ്ഫോൺ ജാക്ക് എന്തിനാണ് എടുത്തു മാറ്റിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റൈറ്റ് സൈഡ് പവർ ബട്ടൺ, പിന്നെ സിം ട്രേ. അതുപോലെ ഈ ഫോൺ ഡുവൽ സിം സപ്പോർട്ടുണ്ട്. അതായത് ഒരു ഡെഡിക്കേറ്റഡ് സിമ്മും ഈ സിമ്മും ആക്ടിവേറ്റ് ചെയ്യാം. ഐഫോൺ SEയിൽ സ്പീക്കർ ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഫോണുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ IP67 റേറ്റിംഗോട് കൂടിയിട്ടാണ് ഫോൺ ഇറങ്ങുന്നത്. 3 കളർ വേരിയൻറ്റുകളാണ് ഈ ഫോണിലുള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫിസിക്കൽ ആസ്പെക്ട്സ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ പഴയ ഐഫോണുകളെ പോലെ ഒരു 4.7 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് സത്യത്തിൽ 2020-ലെ ലീസ്റ്റ് ഇംപ്രസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. അതായത് ഈ ബജറ്റിൽ ഇറങ്ങുന്ന മറ്റുള്ള ഫോണുകളെ അപേക്ഷിച്ച്. പക്ഷേ സത്യം പറഞ്ഞാൽ ഡെയിലി യൂസേജിൽ ഈ ഒരു ഡിഫറൻസ് നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഫോണിലുള്ള ഹ്യൂജ് ബെസൽസ് തന്നെയാണ് ഈ ഫോണിനെ മെയിനായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ വീഡിയോ വാച്ചിങ് എക്സ്പീരിയൻസ് വളരെ മോശം. ഇനി ഹാർഡ്വെയറിലേക്ക് വരുമ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് ഐഫോൺ SE ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. ഐഫോൺ 11 Proയിൽ ഉപയോഗിച്ചിരിക്കുന്ന A13 ബയോണിക് ചിപ്പ് തന്നെയാണ് ഐഫോൺ SEയെ ഒരു പവർ ഹൗസാക്കി മാറ്റിയിരിക്കുന്നത്. ഈ ഒരു പെർഫോമൻസ് കമ്പാരിസൺ ചെയ്യാനായിട്ട് 4 ഐഫോണുകളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കാണുന്ന ഐഫോൺ 11, പിന്നീട് നമ്മുടെ ഐഫോൺ SE, ഐഫോൺ 7, പിന്നെ ഐഫോൺ 6s. നമുക്കിവിടെ കുറച്ച് ആപ്സ് ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ആസ്ഫാൾട്ട് 9 എന്ന ഗെയിം ഈ ഓരോ ഫോണുകളും എത്ര സമയം കൊണ്ടാണ് ലോഡ് ചെയ്യുന്നത് നോക്കാം. വാവ്, 16 സെക്കൻഡ് കൊണ്ട് ഐഫോൺ SE മുന്നിലെത്തിയിരിക്കുകയാണ്. 23 സെക്കൻഡിൽ ഐഫോൺ 11, 24 സെക്കൻഡിൽ ഐഫോൺ 7, 25 സെക്കൻഡിൽ ഐഫോൺ 6s. സബ്വേ സർഫ് ഓപ്പൺ ചെയ്യാം. ഇത്തവണ സ്ലൈറ്റ്ലി ഫാസ്റ്റ് ഐഫോൺ 11 ആയിരുന്നു. പിന്നീട് SE, തേർഡ് ഐഫോൺ 7, ഫോർത്ത് ഐഫോൺ 6s. ഗൂഗിൾ ക്രോം ആദ്യം ലോഡായിരിക്കുന്നത് ഐഫോൺ 11, പിന്നെ ഐഫോൺ SE, ദെൻ ഐഫോൺ 7, ലാസ്റ്റ്ലി ഐഫോൺ 6s. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാം. 4 ഫോണുകളും സെയിം വൈഫൈ നെറ്റ്വർക്കിൽ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ലോഡ് ചെയ്തിരിക്കുന്നത് ഐഫോൺ SE, പിന്നീട് ഐഫോൺ 11, ഐഫോൺ 7, പിന്നീട് ഐഫോൺ 6s. ഞാനൊരു ഗെയിമിംഗ് ഗീക്ക് അല്ലാത്തതുകൊണ്ട് ഗെയിമിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. എങ്കിലും ഈ ഒരു ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്യൂഡിലെ നിർമ്മൽ ബ്രോ അടിപൊളി ഒരു ഗെയിമിംഗ് കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോണിൻ്റെ വീഡിയോ എക്സ്പോർട്ടിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനായിട്ട് 1 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു 4K വീഡിയോ ഫയലാണ് ഈ 4 ഫോണുകളിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത VN എഡിറ്ററിലാണ് ഞാൻ ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് നോക്കുന്നത്. റെസൊല്യൂഷൻ മാക്സിമം 4Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ ഒരു ക്ലിപ്പാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത്.
അടിപൊളി. iPhone 11-നേക്കാളും ഫാസ്റ്റായിട്ടാണ് iPhone SE എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. SE 1 മിനിറ്റ് 16 സെക്കൻഡ് കൊണ്ടും iPhone 11 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ടും iPhone 7 1 മിനിറ്റ് 22 സെക്കൻഡ്, iPhone 6s 2 മിനിറ്റ് 27 സെക്കൻഡ് കൊണ്ടാണ് ഈ എക്സ്പോർട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സർപ്രൈസിംഗ്ലി AnTuTu ബെഞ്ച് മാർക്ക് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടിയിരിക്കുന്നത് iPhone SEക്കാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ iPhone SE മരണമാസാണ്. ഇനി ഈ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറയാം. 1.8 അപ്പേച്ചറോട് കൂടിയ ഒരു 12 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണുള്ളത്. ഹ്യൂമൻ പോർട്രേറ്റ്സ് മാത്രമേ ഈ ക്യാമറ വെച്ചെടുക്കാൻ പറ്റൂ എന്നുള്ളത് ലിമിറ്റേഷൻ ഉണ്ട്. വീഡിയോ മോഡിൽ 4Kയിൽ 60 FPS വരെ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വീഡിയോയിലുള്ള എക്സ്റ്റൻഡഡ് ഡൈനാമിക് റേഞ്ച് 4Kയിൽ 30 FPS വരെ സപ്പോർട്ടുണ്ട്. ഫുൾ HDയിൽ 240 FPS വരെ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സ്റ്റീരിയോ ഓഡിയോ റെക്കോർഡിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. f2.2 അപ്പേച്ചറോട് കൂടിയ ഫ്രണ്ട് ക്യാമറ ആണുള്ളത്. ഫോട്ടോസിന് HDR എനേബിൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ 1080pയിൽ 30 FPS വരെ വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. വീഡിയോ സ്റ്റെബിലൈസേഷനും എനേബിൾ ചെയ്തിട്ടുണ്ട്. വളരെ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഫോട്ടോസാണ് ഡേ ലൈറ്റിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. 1.8 അപ്പേച്ചർ ആയതുകൊണ്ട് ക്ലോസപ്പ് ഷോട്ട്സിനൊക്കെ നല്ല ബൊക്കെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഫോട്ടോസിനൊക്കെ നല്ല ഷാർപ്നെസ്സും ഡീറ്റെയിലിങ്ങും ഉണ്ട്. എക്സ്റ്റൻഡഡ് HDR ഉള്ളതുകൊണ്ട് തന്നെ ഹൈലൈറ്റിലും ഷാഡോസിലും നന്നായിട്ട് ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കമ്പയർ ചെയ്ത 4 ഫോണുകളിൽ നിന്നുള്ള ഫോട്ടോസിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാം. ഈ ഒരു സെറ്റ് ഓഫ് ഇമേജിൽ 6Sലെ ഫോട്ടോസാണ് ബ്രൈറ്ററാണ് തോന്നുന്നുണ്ടെങ്കിലും ഹൈലൈറ്റും ഷാഡോസും ബാലൻസ് ചെയ്തിരിക്കുന്ന iPhone 11ഉം SEയുമാണ്. ഈ ഒരു ഇമേജിൽ 6S ഒഴികെ എല്ലാ ഫോട്ടോസും ഡൈനാമിക് റേഞ്ചും ഓക്കെ ആണെങ്കിലും iPhone SEയിലും 11ലെയും ക്ലൗഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായി കാണാം. എന്തായാലും പെർഫെക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് iPhone 11 തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡേ ലൈറ്റ് ഫോട്ടോസിൻ്റെ കമ്പാരിസണിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓൾമോസ്റ്റ് iPhone 11ൻ്റെ അതേ ക്വാളിറ്റി ഇമേജസ് iPhone SEയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. iPhone 8ൽ ഉപയോഗിച്ചിട്ടുള്ള സെയിം ക്യാമറ തന്നെയാണ് iPhone SEയിലും വരുന്നതെന്ന് iFixit എന്ന സൈറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു ക്വാളിറ്റി ഫോട്ടോസ് iPhone SEയിൽ കിട്ടാൻ കാരണം A13 ബയോണിക് ചിപ്പിൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് കപ്പാസിറ്റി കൊണ്ട് തന്നെയാണ്. നല്ല സ്കിൻ ടോൺസ് തന്നെയാണ് SEയിലെ ക്യാമറ തരുന്നത്. പോർട്രേറ്റ് മോഡിലും നല്ല ഫോട്ടോസ് തന്നെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. എഡ്ജ് ഡിറ്റക്ഷനും വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ പോർട്രേറ്റ്സ് മാത്രമാണ് SEയിലെ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നത്. പെറ്റ്സിൻ്റെയോ ഓബ്ജക്ട്സിൻ്റെയോ പോർട്രേറ്റുകളും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. 7 മെഗാ പിക്സൽ ആണെങ്കിലും നല്ല ഡീറ്റെയിലിങ്ങും ഷാർപ്നെസ്സുള്ള ഇമേജ് തന്നെയാണ് ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. ബാക്ക് ലൈറ്റ് ഫോട്ടോസ് ആണെങ്കിൽ പോലും ഫേസ് നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഈ ഫോണുകളുടെ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഫോട്ടോകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഫ്രണ്ട് ക്യാമറ പോർട്രേറ്റും നന്നായിട്ട് വരുന്നുണ്ട്. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്വാളിറ്റി വളരെ കുറവാണ്. iPhone 11ൽ വരുന്ന പോലുള്ള നൈറ്റ് മോഡ് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നില്ല. A13 ബയോണിക് കൊണ്ട് എനേബിൾ ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചറായിരുന്നു. ആപ്പിൾ എന്തായാലും അത് ചെയ്തില്ല. എന്തായാലും iPhone 8നും 8ന് മുമ്പേ ഇറങ്ങിയ ഫോണിനേക്കാളും ബെറ്റർ എന്ന് മാത്രമേ ഈ ഒരു നൈറ്റ് മോഡിൽ ഈ ഫോണിനെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നോയ്സ് ലെവൽ വളരെയധികം കൂടുതലാണ്. അത് കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷനും ഇതിനകത്തില്ല. ലോ ലൈറ്റ് ഫോട്ടോസ് എന്തായാലും iPhone SEയിൽ ഒരു ദുരന്തമായിപ്പോയി. ഫോർക്കെയിൽ 60 FPS വരെയാണ് iPhone SEയിൽ നമുക്ക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ 4K 30 FPS വരെയാണ് ആപ്പിൾ അവകാശപ്പെടുന്ന എക്സ്റ്റൻഡഡ് ഡൈനാമിക് റേഞ്ച് നമ്മുടെ വീഡിയോസിന് കിട്ടുന്നത്. എന്തായാലും കിടിലൻ ക്വാളിറ്റി വീഡിയോസ് തന്നെയാണ് iPhone SEയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. യൂട്യൂബിൻ്റെ മാക്സിമം റെസൊല്യൂഷനിൽ കണ്ടാൽ മാത്രമേ ഈ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മൊബൈൽ വീഡിയോഗ്രാഫിയും അതുപോലെ എഡിറ്റിംഗും ആണ് നിങ്ങളുടെ മെയിൻ പർപ്പസ് എങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നല്ല ക്വാളിറ്റിയും ഷാർപ്നെസ്സും ഉള്ള വീഡിയോസ് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ എക്സ്റ്റൻഡഡ് ഡൈനാമിക് റേഞ്ച് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് വീഡിയോസ് ബ്രൈറ്റ്നസ് വാല്യൂ ബാലൻസ് ചെയ്യുന്നത്. ആക്ച്വലി iPhone SE തന്നെയാണ് നല്ല ബ്രൈറ്റ് സൺലൈറ്റിലും ഫേസ് നന്നായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. വീഡിയോ സ്റ്റെബിലൈസിംഗ് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് iPhone SEയിൽ. പക്ഷേ ചെറുതായിട്ടുള്ളൊരു ഫോക്കസ് ഹണ്ടിങ് ഇവിടെ iPhone SEയിൽ കാണാം. ലോ ലൈറ്റ് വീഡിയോസും ബിലോ ആവറേജ് ആണ്. എന്തായാലും നല്ല ഗ്രെയിൻസും ഡീറ്റെയിൽസിലുള്ള കുറവുകളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഓവറോൾ ലോ ലൈറ്റ് കേപ്പബിലിറ്റിയാണ് iPhone SEയുടെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത്. ലോ ലൈറ്റ് ഫീച്ചേഴ്സ് പഴയ ഫോണുകളെക്കാളും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ iPhone SE ഒരു പവർ ഹൗസ് തന്നെയാണ് തെളിയിച്ചിരിക്കുകയാണ്. പിന്നീട് iPhone SEയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് പറയാൻ തോന്നുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി തന്നെയായിരിക്കും.
എനിക്ക് തോന്നുന്നു 2000 mAh താഴെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ പ്രോസസ്സർ ഹെവി ആയിട്ടുള്ള ടാസ്ക് ചെയ്യുമ്പോഴും കൂടുതൽ നേരം ക്യാമറ ഫീച്ചേഴ്സ് ഉപയോഗിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്കറിയാം, ആപ്പിളിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു ഫോണാണ് ആപ്പിൾ ഐഫോൺ SE. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏതൊരു ഫോണുകൾ എടുത്തു നോക്കിയാലും അതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഐഫോൺ SE തന്നെയായിരിക്കും. അപ്പോൾ ഐഫോൺ SE ആർക്കുള്ളതാണ്? നിങ്ങളൊരു പുതുതായിട്ട് ആപ്പിൾ എക്കോസിസ്റ്റത്തിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിലോ, നിങ്ങളൊരു മൊബൈൽ ഫോട്ടോഗ്രാഫി, മൊബൈൽ വീഡിയോഗ്രാഫി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും, അത് നന്നായിട്ട് എഡിറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും പറ്റുന്ന ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ് ഐഫോൺ SE. ആപ്പിളിൻ്റെ ഏതൊരു പ്രൊഡക്റ്റും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് എറണാകുളം പെൻഡാമേനിക്കയിലെ ഈ സ്റ്റോർ. ബ്രാൻഡ് ന്യൂ മൊബൈൽസ് കൂടാതെ വിത്ത് വാറൻറ്റി, അതായത് ജസ്റ്റ് യൂസ്ഡ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിന് ലഭിക്കുകയും ചെയ്യും. എന്തായാലും ഈ സ്റ്റോറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സീരിയസ് ആയിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ഇതിൻ്റെ ബെസ്റ്റ് പ്രൈസൊക്കെ ചോദിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഐഫോൺ SEയിൽ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഒരുപാട് മേന്മകളും പോരായ്മകളും ഒക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണിത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ഡിസ്കഷൻ തന്നെയാവാം താഴെ കമൻറ്റ് ബോക്സിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ടെക്ടോക്ക് ബൈ ഹരീഷ് എന്ന പേജും ഫോളോ ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക്ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്.